അതെനിക്ക് 100% ഉറപ്പിച്ച് പറയാം. കാരണം അത്രയും ഞാൻ ചോദിച്ചതിൽ കൂടുതൽ എനിക്ക് മാതാവ് തന്നിട്ടുണ്ട്. ആദ്യം തന്നെ ഈ ആൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് ലിസ്മി. ഞാൻ കോട്ടയം ജില്ലയിൽ നെയ്യാറ്റിൻകര നടവകയിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് സെപ്റ്റംബർ 28-നാണ്. ഞാൻ ഈ വർഷം തന്നെയാണ് +2 പാസ് ഔട്ട് ആയതും. മിക്ക പിള്ളേരെയും പോലെ എനിക്കും +2 കഴിഞ്ഞ് എന്നാത്തിന് പോകണം, ഏത് കോഴ്സ് എടുക്കണമെന്നൊക്കെ ഒരു കൺഫ്യൂഷനുള്ള ആളായിരുന്നു. കാരണം ഞാൻ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുമ്പോൾ ഭാവിയെ പറ്റിയിട്ടൊക്കെ അങ്ങനെ കുറേ ചെയ്യുന്ന ഒരാളായിരുന്നു. പക്ഷേ എനിക്ക് കൊച്ചിലെ തൊട്ട് സൈക്കോളജി പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. ഭാവിയിൽ ഒരു സൈക്കോളജിസ്റ്റ് ആവണം, സൈക്കോളജി പഠിക്കണം, നല്ലൊരു യൂണിവേഴ്സിറ്റി പഠിച്ച് പുറത്ത് പോയി PG ചെയ്ത് അങ്ങനെയൊക്കെ കുറേ പ്ലാനും കാര്യങ്ങളുള്ള ആളായിരുന്നു ഞാൻ. എൻ്റെ വീട്ടിലാണെങ്കിലും അപ്പനും അമ്മയ്ക്കും അവർക്ക് ഓരോ ആഗ്രഹം ഉണ്ടെങ്കിലും അവരെന്നെ ഒന്നിനും നിർബന്ധിച്ചിട്ടില്ല. എൻ്റെ ഇഷ്ടം എന്താണോ അതിനനുസരിച്ച് വിട്ടു. ഞാൻ മാക്സിമം പഠിച്ച് ഒരു നല്ല പൊസിഷനിലെത്തണം എന്നായിരുന്നു അവരുടെ ആഗ്രഹം. അങ്ങനെ +2 കഴിഞ്ഞു. ഞാൻ കുറേ അന്വേഷിച്ചു, കുറേ യൂണിവേഴ്സിറ്റീസും കോളേജസും ഒക്കെ ഞാൻ അന്വേഷിച്ചു. എനിക്ക് ഇന്ത്യയിൽ പഠിക്കണമെന്നായിരുന്നു, കേരളത്തിന് വെളിയിൽ ഇന്ത്യയിൽ നല്ലൊരു യൂണിവേഴ്സിറ്റി പഠിക്കണമെന്നായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റേതായ രീതിയിൽ കുറേ അന്വേഷിച്ചു. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഇന്ത്യയിൽ നല്ലൊരു യൂണിവേഴ്സിറ്റി ഒരു കോളേജിൻ്റെ പേര് പറഞ്ഞാൽ അതിനെപ്പറ്റി ഒരുപാട് അറിയത്തില്ലെങ്കിൽ അതിൻ്റെ പേര് എന്തായാലും ഞാൻ കേട്ടിട്ടുണ്ടാവും. അത്രയ്ക്ക് ഞാൻ അന്വേഷിച്ചിട്ടുണ്ട്. അങ്ങനെ എനിക്ക് മുംബൈയിൽ അമിറ്റി യൂണിവേഴ്സിറ്റിയിൽ BSc ക്ലിനിക്കൽ സൈക്കോളജിക്ക് അഡ്മിഷൻ കിട്ടി സ്കോളർഷിപ്പോടെ. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു സെഷൻ ഉണ്ടായിരുന്നു. അത് അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും പപ്പയും അനീത്തിയും ഒക്കെ പോയി. അവിടെ പോയി സെഷൻ അറ്റംപ്റ്റ് ചെയ്തു, ക്യാമ്പസ് കണ്ടു, നാട്ടിൽ വന്നു. സീറ്റ് ബ്ലോക്ക് ചെയ്യാൻ ഇപ്പോഴേ Sem 1 ഫീസ് അടയ്ക്കണം, അത് അടച്ചു, എല്ലാം അടച്ചു. പക്ഷേ നല്ല ക്യാമ്പസാണ്, അവിടെ സൈക്കോളജി നല്ലതാണ്, എല്ലാം കൊണ്ടും ഓക്കെയാണ്. പക്ഷേ എന്താണെന്നറിയത്തില്ല, എൻ്റെ മനസ്സിനൊരു സന്തോഷമോ സംതൃപ്തിയോ ഒന്നും കിട്ടുന്നില്ലായിരുന്നു. അതായത് എന്തോ ഒരു മിസ്സിങ് പോലെയായിരുന്നു. അതായത് ഞാൻ ആ യൂണിവേഴ്സിറ്റി ചെല്ലുമ്പോഴാണല്ലോ എന്തോ ഒരു കണക്ഷൻ എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇവിടെയാണ് പഠിക്കുന്നത്, ഇവിടെയാണ് ഞാൻ ബിലോങ് ചെയ്യുന്നത്, ഇവിടെയാണ് ഞാൻ, അങ്ങനെ ഒന്നും എന്തോ ഒരു മൊത്തത്തിലൊരു ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ മനസ്സിന്. പിന്നെ അറിയാലോ, ഒരു കൊച്ചു +2 കഴിയുമ്പോൾ എല്ലാവരും ചോദിക്കുന്നതാണ് അടുത്ത് എന്നാ പഠിക്കാനാന്നൊക്കെ. അപ്പോൾ എല്ലാവരോടും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് സൈക്കോളജി പഠിക്കാനാണ്, അവിടെ പോവുകയാണ്, ഇന്ന ദിവസം ക്ലാസ് തുടങ്ങുമെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ വീട്ടിൽ ചെന്നിട്ടാണെങ്കിലും മനസ്സിനൊരു സംതൃപ്തി ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ കുറേ ആലോചിച്ചു. അതായത് ഇത്രയും വർഷം പഠിക്കണം, ഇന്നത്തെ കാലത്ത് പഠിച്ചു കഴിഞ്ഞാൽ അതിനുള്ളൊരു ഔട്ട്പുട്ട് കിട്ടുമോ? എനിക്കൊരു അനിയത്തി ഉണ്ട്, അപ്പോൾ അവൾ വളർന്നു വരുമ്പോൾ ഞാൻ വേണം അവളെ നോക്കാൻ, എൻ്റെ അപ്പനും അമ്മയ്ക്കും അപ്പം പ്രായമോ, അങ്ങനെ കുറേ ഞാൻ ഇതുവരെ ആലോചിക്കാത്ത പലതും ഞാൻ ആലോചിച്ചു. എങ്ങനെ ഈ ചിന്തകൾ വന്നൊന്നുമില്ല, എനിക്കറിയത്തില്ല. അങ്ങനെ ഞാൻ അമ്മയോട് പറഞ്ഞു നേഴ്സിംഗ് നോക്കിയാലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്ക് അമ്മ ഞെട്ടിപ്പോയി. കാരണം ഇത്രയും വർഷമായിട്ട് നേഴ്സിംഗ് ഓരോരുത്തരിങ്ങനെ പറയും നേഴ്സിങ്ങിന് പറയും. ഞാൻ എന്നാ വന്നാലും നേഴ്സിങ്ങിന് പോകത്തില്ലെന്ന് പറഞ്ഞ ഒരാളായിരുന്നു ഞാൻ. ഞാനാണ് അമ്മയോട് അങ്ങോട്ട് ചോദിക്കുന്നത് നേഴ്സിങ്ങിന് പോയാലോ എന്ന്. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. അമ്മയ്ക്കാണല്ലോ ഉള്ളിൻ്റെ ഉള്ളിൽ ഇത് തന്നെയായിരുന്നു, നേഴ്സിംഗ് പഠിക്കണമെന്ന് തന്നെയായിരുന്നു. അപ്പോൾ അമ്മ എന്നെ കൈയോടെ പിടിച്ചു. അങ്ങനെ പുറത്ത് നോക്കിയാലോ, ഓസ്ട്രേലിയ നോക്കിയാലോ എന്നായി. അപ്പോഴും എനിക്ക് പുറത്ത് പോയി പഠിക്കുക അങ്ങനെ എനിക്കൊരു സ്വപ്നമേ ഇല്ലാത്ത ഒരാളായിരുന്നു. എൻ്റെ കൂടെ ഇരിക്കുന്ന പിള്ളേരാണെങ്കിലും എനിക്ക് അവിടെ പോയി പഠിക്കണമെന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് ഓസ്ട്രേലിയയിൽ പോകണം, എൻ്റെ ഡ്രീം കൺട്രി എന്നൊക്കെ പറയുമ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട് എന്തിനാ ഇപ്പോൾ +2 കഴിഞ്ഞ ഉടനെ സ്വന്തം നാട് വിട്ട് അന്യനാട്ടിൽ പോയി പഠിക്കുന്നതെന്നൊക്കെ ആലോചിച്ചിട്ടുള്ള ഞാൻ. അങ്ങനെയൊക്കെ നടന്ന എനിക്കറിയത്തില്ല, മൊത്തത്തിൽ എൻ്റെ തോട്ട് പ്രോസസ്സേ മാറിപ്പോയി. അങ്ങനെ ഏജൻസിയിൽ ചെന്നു. അപ്പൻ്റെ അമ്മയുടെ ഇഷ്ടം അനുസരിച്ച് ഓസ്ട്രേലിയനെ നോക്കി. അപ്പോൾ ഓരോ ഏജൻസിയിലും നമ്മൾ ഒരു പുറത്ത് പോയി പഠിക്കാൻ തീരുമാനിക്കുമ്പോൾ ആ രാജ്യത്തിന് കുറേ കണ്ടീഷൻസ് ഉണ്ട്, അതൊക്കെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഒരു പ്രൊഫൈൽ നമുക്ക് ഉണ്ടോ എന്ന് നോക്കിയിട്ട് അവർ നമ്മുടെ പേപ്പർ എടുക്കത്തുള്ളൂ. അങ്ങനെ അവർ നോക്കിയപ്പോൾ എല്ലാം കൊണ്ടും ഓക്കെയാണ്. എൻ്റെ അമ്മ ഇസ്രായേലാണ് 13 വർഷമായിട്ട്. അമ്മയ്ക്കൊരു ജോലിയുണ്ട്, കൃത്യമായിട്ടൊരു സാലറി ഉണ്ട്, എല്ലാം കൊണ്ടും മീറ്റ് ചെയ്യാൻ പറ്റും, പഠിത്തത്തിൻ്റെ ചിലവാണല്ലോ, എല്ലാം കൊണ്ടും ഓക്കെയാണ്. പിന്നെ ആകെയുള്ളൊരു പ്രശ്നമെന്ന് പറയുന്നത് എൻ്റെ അമ്മ 13 വർഷമായെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ വിസ എക്സ്പയറായി. അപ്പോൾ പുതിയ വിസയ്ക്ക് അപ്ലൈ ചെയ്യണം. അത് ഇപ്പോൾ യുദ്ധം നടക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ആർക്കും വിസ അടിച്ചു കൊടുക്കുന്നില്ല. അത് കുറച്ച് ഡിലേ ആവുമെന്ന് അവർ പറഞ്ഞു, ഒക്ടോബർ അവസാനമാവുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ എൻ്റെ വിസയ്ക്ക് വെക്കുമ്പോഴും കുറച്ച് ലേറ്റ് ആവും. അങ്ങനെ ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം കൂടെ നമ്മൾ ഓക്കെയാണെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ അവർ പറയുമ്പോഴും എനിക്കറിയാം ഒന്നും ഓക്കെ ആവത്തില്ല. എനിക്ക് എന്തെങ്കിലും നല്ലോണം കിട്ടിയിട്ടുണ്ട്, അത്രയും കഷ്ടപ്പെട്ടിട്ട് മാത്രമേ എനിക്കത് കിട്ടത്തുള്ളൂ എന്ന് എനിക്ക് എന്തായാലും ഉറപ്പായിരുന്നു. അപ്പം ഞാനാണെങ്കിലും മാതാവിനോട് പ്രാർത്ഥിക്കും. എൻ്റെ പേര് തന്നെ മാതാവിൻ്റെ ഒരു പേരുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് മാതാവിനെയും ഗീവർഗീസ് പുണ്യാളെ ഞാൻ എപ്പോഴും കൊച്ചിലെ തൊട്ട് വിളിക്കുന്നത്. അപ്പം മാതാവിനോട് പ്രാർത്ഥിച്ചു. കുറേ ബുദ്ധിമുട്ടിച്ചോ, കുറേ പരീക്ഷണങ്ങൾ തന്നോ, കുറേ ഇട്ട് വലയിപ്പിക്കുകയൊക്കെ ചെയ്തോ. പക്ഷേ അവസാനം എനിക്ക് പോകാൻ പറ്റണം. ഈ ഫെബ്രുവരി ഇൻടേക്കിലാണ് മെയിൻ ഇൻടേക്ക് വരുന്നത്. എനിക്ക് മാർച്ച് ക്ലാസ് തുടങ്ങും. ആ ഇൻടേക്കിൽ തന്നെ എനിക്ക് പോകാൻ പറ്റണം, എത്ര വെള്ളം ബുദ്ധിമുട്ടിച്ചോ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പേപ്പർ വർക്ക് തുടങ്ങി. എനിക്ക് എക്സാം ക്ലിയർ ചെയ്യാനായിരുന്നു എൻ്റെ പാട്ട്. ഞാൻ എൻ്റേത് ക്ലിയറായിട്ട് ചെയ്തു. ഇനി അടുത്തത് ലോൺ എന്നുള്ളതായിരുന്നു. ബാങ്കിൽ ചെന്നപ്പോഴാണെങ്കിലും മാനേജർ പറഞ്ഞു ലോണല്ലേ നമുക്ക് എല്ലാം സുഖമായിട്ട് കിട്ടും, ഒന്നുകൊണ്ടും പേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞു.
അങ്ങനെ അടുത്ത നമ്മൾ യൂണിവേഴ്സിറ്റിക്ക് അപ്ലിക്കേഷൻ വെക്കണം. ഒരു സമയത്ത് 4 യൂണിവേഴ്സിറ്റി വെക്കാം, ഞാൻ 3 വെച്ചുള്ളൂ. അപ്പോൾ അതിനകത്ത് എനിക്ക് മനസ്സുടക്കിയ ഒരു യൂണിവേഴ്സിറ്റി ആയിരുന്നു RMIT എന്നാണെന്നറിയത്തില്ല, അവിടെ എല്ലാ യൂണിവേഴ്സിറ്റിയും നല്ലതാണ്. പക്ഷേ എനിക്ക് മുമ്പേ തോന്നാഞ്ഞ ഒരു കണക്ഷൻ എനിക്ക് ഈ യൂണിവേഴ്സിറ്റിയിലാണ് തോന്നിയത്. ഇവിടെയാണ് ഞാൻ പഠിക്കുന്ന സ്ഥലം, ഇവിടെയാണ് ഞാൻ ബിലോങ് ചെയ്യുന്ന എന്തോ ഒരു കണക്ഷൻ എനിക്ക് തോന്നി. അപ്പം ഞാൻ അതുമായിട്ട് പേപ്പർ വർക്കെല്ലാം തുടങ്ങി. അപ്പോൾ ലോണിന് വെച്ചു. 2 യൂണിവേഴ്സിറ്റീസിൽ നിന്ന് എനിക്ക് ഓഫർ ലെറ്റർ വന്നു. ഇവിടുന്ന് മാത്രം കുറച്ച് താമസിച്ചാണ് വന്നത്. നേരെ അൺകണ്ടീഷണലായിരുന്നു. അതായത് കണ്ടീഷണൽ അല്ല, കഴിഞ്ഞിട്ടൊരു ഓഫർ ലെറ്ററാണ് അൺകണ്ടീഷണൽ. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഫീസ് അടയ്ക്കുക, സീറ്റ് ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ എനിക്കിത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. സന്തോഷവും വിഷമവും ഒരുമിച്ച് വന്നു. കാരണം എനിക്ക് ഫീസ് അടയ്ക്കണേൽ എൻ്റെ ലോൺ ശരിയാവണം. ഞാൻ ലോൺ എടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ എൻ്റെ ആദ്യത്തെ സെമ്മിൽ 25% ഫീസ് ലോണിൽ നിന്ന് വേണം അടയ്ക്കാൻ. ലോൺ ഇതുവരെ ശരിയായിട്ടില്ല. ബാങ്കിൽ നിന്ന് പറയും നമുക്ക് തിങ്കളാഴ്ച ഇടാം, മറ്റന്നാൾ സൈൻ ഇടാം എന്നൊക്കെ പറയും. അങ്ങനെ നീട്ടി പോവുകയാണ്. എനിക്ക് ഓഫർ ലെറ്റർ വന്നു, 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, എൻ്റെ ലോൺ ശരിയായിട്ടില്ല. ഏജൻസിയിൽ നിന്ന് വിളിച്ച് ചോദിക്കും, എന്നാ ലിസ്മി ഫീസ് അടയ്ക്കാറായോ? നമുക്ക് പ്രത്യേകിച്ച് ഓസ്ട്രേലിയ എന്ന് പറയുന്ന സ്ഥലത്ത്, എൻ്റെ മെൽബണിലാണ് എൻ്റെ യൂണിവേഴ്സിറ്റി. അവിടെ നഴ്സിംഗ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ഭയങ്കര ഡിമാൻഡുള്ളതാണ്. പല രാജ്യത്തു നിന്ന് പിള്ളേർ നോക്കുന്നതാണ്. എപ്പോൾ ഫില്ലായെന്ന് ചോദിച്ചാൽ മതി. ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഒരു ഓഫർ ലെറ്ററിൽ എഴുതിയിട്ടുണ്ട്, ഇത് ഓഫർ ലെറ്റർ വന്ന് ഒരു മുന്നറിയിപ്പും കൂടെ അതെപ്പോൾ വേണമെങ്കിലും സീറ്റ് ഫില്ലാവാം, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഫീസ് അടയ്ക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ലോൺ ശരിയാവാതെ മുമ്പോട്ട് ഒരു വഴിയില്ല. അങ്ങനെ ഞാൻ ഇങ്ങനെ ഒരു വല്ലാത്ത സിറ്റുവേഷനാണ്. അതപ്പോൾ കൂടെയുള്ള പിള്ളേരാണല്ലോ ഓരോരുത്തർ ചോദിച്ചു. ഫോണൊന്നും തുറക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. കാരണം കൂടെയുള്ള പിള്ളേരെല്ലാം ഓരോരുത്തർ പഠിക്കാൻ കയറി, ഞാൻ മാത്രം, എന്നെപ്പറ്റി ഒരു വിവരവും ഇല്ല. അപ്പോൾ ഓരോരുത്തർ ചോദിക്കാൻ തുടങ്ങി. നാട്ടുകാരാണല്ലോ ബന്ധുക്കാരാണല്ലോ എന്നാ പരിപാടി എന്നൊക്കെ ചോദിക്കും. ഞാൻ പറഞ്ഞു ഞാൻ ഓരോ കള്ളം പറയുന്നത്, അതായത് നീറ്റ് പഠിക്കുവാണ്, അല്ലെ ഒരു ഡിപ്ലോമ കോഴ്സ് ചെയ്യുവാന്നൊക്കെ ഓരോരുത്തരോട് ഓരോന്നാണ് പറഞ്ഞത്. അങ്ങനെ മനസ്സിൽ മൊത്തത്തിൽ ഒരു വീർപ്പുമുട്ടലായിരുന്നു. അപ്പോൾ അപ്പം പറഞ്ഞു ഇത് മാറ്റി UK വല്ലതും നോക്കിയാൽ, ഈ രാജ്യമായോണ്ടല്ലോ ഇത്രയും ബുദ്ധിമുട്ട്, UK ഇത്രയും പേപ്പർ വർക്ക് വരുന്നില്ല, അങ്ങോട്ട് നോക്കിയാലോ എന്ന് വിചാരിച്ചു. ഞാൻ അവസാനം ഇത്രയും ആഗ്രഹിച്ച് ഈ ഒരു ഇതെല്ലാം നോക്കിയിട്ട് എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമല്ലായിരുന്നു വേറൊരു രാജ്യം നോക്കുകയെന്ന്. ഞാൻ അവർ അയച്ച ലിസ്റ്റ് പോലും ഞാൻ തുറന്നു നോക്കിയില്ല. ഞാൻ പിന്നെ അങ്ങനെയാണ് കൃപാസനത്തെ പറ്റിയിട്ട് വരുന്നത്. കൃപാസനത്തെ പറ്റി കേൾക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, കേട്ടിട്ടുള്ളത് ഞാൻ ഇവിടുത്തെ പത്രത്തിലെ കഥകളും അങ്ങനെ കളിയാക്കിയിട്ടുള്ള അങ്ങനെയൊക്കെ ചെയ്തു, ഇങ്ങനെയൊക്കെ ചെയ്തു, പത്രം കൊണ്ടൊക്കെ ചെയ്തു, അങ്ങനെയൊക്കെയാണ് ഞാൻ കേൾക്കുന്നത്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ധ്യാന കേന്ദ്രങ്ങൾ അങ്ങനെയൊക്കെയാണ് ഞാനിത് കണക്ക് കൂട്ടിയത്. അല്ലാതെ ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കാനോ ഇതെവിടെയാണെന്നോ ഉടമ്പടിയെപ്പറ്റി ഒന്നും ഞാൻ അന്വേഷിച്ചിട്ടില്ല. ആ ഒരു ചെറിയൊരു നോളജ് എനിക്കുള്ളൂ. അപ്പോൾ +1 ഞാൻ പഠിക്കുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി ചോദിച്ചു, നീ ഈ കൃപാസനത്തെപ്പറ്റി കേട്ടിട്ടുണ്ടോ എന്ന് മാത്രമേ അവൾ എന്നോട് ചോദിച്ചുള്ളൂ. ഞാൻ എടുത്ത വയലെ പറഞ്ഞു എനിക്കിതിലൊന്നും വിശ്വാസമില്ലെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, എടി അങ്ങനെയൊന്നും പറയില്ല. അപ്പോൾ ഞാൻ അങ്ങനെ വിട്ടു. കുറച്ച് നേരം കഴിഞ്ഞ് എനിക്ക് മനസ്സിലെന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ എനിക്ക് തോന്നിയിരുന്നു പറഞ്ഞു കഴിഞ്ഞിട്ട്. പിന്നെ ഞാനങ്ങനെ വിട്ടു. പിന്നെ എൻ്റെ അമ്മയുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ചേച്ചിയുണ്ട്, ജിൻസി എന്ന് പേരുള്ള. ആ ചേച്ചി ഇവിടെ വന്ന ഒരു അടിപൊളി സാക്ഷിയൊക്കെ പറഞ്ഞതാണ്. അതൊക്കെ കേട്ടപ്പോൾ ഇതൊക്കെ എങ്ങനെ നടക്കുന്ന പോലെ ഞാൻ വിചാരിച്ചു പോയതാണ്. അപ്പോൾ ചേച്ചി അമ്മയുടെ കൂടെയാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ചേച്ചിയാണ് കൃപാസനത്തെ പറ്റി അമ്മയോട് പറയുന്നത്. അങ്ങനെ അമ്മ സാക്ഷ്യം കേൾക്കാൻ തുടങ്ങി, എനിക്ക് അയച്ചു തരാൻ തുടങ്ങി. അപ്പം ഞാനിവിടെ സാക്ഷ്യം കേട്ടിട്ടുണ്ട്, ചില പിള്ളേർ ഇതുപോലെ എൻ്റെ പ്രായമുള്ള പിള്ളേർ വീട്ടിൽ നിന്ന് നിർബന്ധിച്ചിട്ട് ഉടമ്പടി എടുക്കുന്നത്. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് എന്നെ ഒരുപാട് നിർബന്ധിക്കേണ്ട വന്നില്ല. കാരണം എൻ്റെ അടുത്ത് മാതാവിൻ്റെ ഫേമസ് പള്ളിയും തീർത്ഥാടന കേന്ദ്രമൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ മനസ്സിൽ നിന്ന് ആരോ പറഞ്ഞു, ഇവിടെ വന്നാൽ എനിക്ക് എന്തെങ്കിലും പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവും, അതായത് ഈ മാതാവിന് എൻ്റെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് എൻ്റെ മനസ്സിൽ ആരോ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഉടമ്പടി എടുക്കാൻ എന്നെ ഫോഴ്സ് ചെയ്യേണ്ട ആർക്കും വന്നില്ല. അങ്ങനെ ഉടമ്പടി എടുക്കണമെന്നായി, സാക്ഷ്യം കേൾക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പപ്പയോട് പറഞ്ഞു. പപ്പ പറഞ്ഞു, ഉടമ്പടി എടുക്കുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല, അത് അതുപോലെ പാലിക്കണം, അല്ലെങ്കിൽ തിരിച്ച് നല്ല പണി കിട്ടും, എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യമൊന്നുമല്ല ഉടമ്പടി എടുക്കുന്നതെന്ന് അപ്പം പറഞ്ഞു. അപ്പോൾ കുറച്ചുകൂടെ ഞാനിത് സീരിയസ് ആയിട്ട് എടുത്തു. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് ആദ്യമായിട്ട് വരുന്നത് എൻ്റെ പപ്പയുടെ അനിയൻ്റെയും ചേച്ചിയുടെ ഒക്കെ കൂടെയായിരുന്നു, കുടുംബത്തോടെയാണ് വന്നത്. അപ്പോൾ അനിയനാണേലും എല്ലാ ദിവസവും, പപ്പയുടെ അനിയനാണല്ലോ എല്ലാ ദിവസവും കൃപാസനത്തിൽ എല്ലാ ചൊവ്വാഴ്ചയും വരാറുണ്ട്. പക്ഷേ ഉടമ്പടി എടുത്തിട്ടില്ല. ഉടമ്പടി എടുക്കുന്ന കാര്യം പറഞ്ഞപ്പോഴും എന്തായാലും ഇവിടുന്ന് ആരും ഉടമ്പടി എടുക്കുന്നില്ല, അങ്ങനെ ഒരു രീതിയിലൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അവിടെ പോകണം, എന്തായാലും ഞാൻ ഉടമ്പടി എടുത്തിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. കാരണം എൻ്റെ ആവശ്യമാണ്, ഇവർക്ക് ആർക്കും എൻ്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ പറയുന്നുമുണ്ട് ഇവിടെ വന്നാൽ ശരിയാവും. അപ്പോൾ ഞാൻ എടുക്കുമെന്ന് വന്ന് പറഞ്ഞു. ഇവിടെ വന്നപ്പോഴാണല്ലോ നല്ല തിരക്കൊക്കെ ഉണ്ടോയെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് വന്നത്. അതൊന്നും എനിക്ക് പ്രശ്നമില്ല. അങ്ങനെ ഞാനിവിടെ വന്ന് ഈ അൾത്താരയിൽ വന്നിരുന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എന്നിട്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. അതായത് എൻ്റെ ഉള്ളു മൊത്തം ബ്ലാങ്കായിട്ട് കിടക്കും, എനിക്കൊന്നും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല ഈ മുമ്പിൽ അൾത്താരയിൽ വന്നിട്ട്.
അങ്ങനെ ഞാൻ ഉടമ്പടി എടുക്കാൻ അവിടെ ചെന്നപ്പോഴാണെങ്കിലും ഉച്ചയ്ക്കത്തെ ഇത് ക്ലാസ്സിൻ്റെ ടോക്കൺ കൊടുക്കുന്നില്ല, വൈകിട്ടത്തേതേ ഉള്ളൂ. എൻ്റെ കൂടെ കൊച്ചൊക്കെ ഉണ്ട്, അപ്പോൾ അവരത്രയും ബുദ്ധിമുട്ടിക്കാൻ പറ്റത്തില്ല. അങ്ങനെ എന്ന് ഉടമ്പടി എടുക്കാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായി. പിന്നെ സമയഘടികാരം നെഞ്ചു ചാർത്തിയ മാതാവിൻ്റെ ആ രൂപം അവിടെ ചെല്ലുമ്പോഴാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്, പിന്നെയും മനസ്സിൽ നിന്ന് ഓരോന്ന് വരുന്നത്. അങ്ങനെ ഞാനിവിടെ നിന്ന് ഓരോന്ന് കണ്ടപ്പോൾ ഇവിടെ എന്താ ഉടമ്പടി എടുക്കുന്നതിന് പൈസ കൊടുക്കുന്നു, ഉടമ്പടി പുതുക്കുന്നതിന് പൈസ കൊടുക്കുന്നു, മൊത്തവും പൈസ റിലേറ്റഡ് ആണല്ലോ, ബിസിനസ് ഓറിയൻറ്റഡ് ആണോ ഇതൊന്നൊക്കെ എനിക്ക് പല ചിന്തകളിങ്ങനെ മനസ്സിൽ വന്നു. അങ്ങനെ ഉടമ്പടി എന്നാ വന്നാലും ആര് പറഞ്ഞാലും എടുക്കുമെന്ന് പറഞ്ഞ് വന്ന ഞാൻ ഉടമ്പടി എടുക്കണോ വേണ്ടയോ അങ്ങനെ ഒരു ചിന്തയിലാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. ഇതെല്ലാം ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ അമ്മയോട് പറഞ്ഞു. അമ്മ ആ ചേച്ചിയോട് പറഞ്ഞു, ജിൻസി ചേച്ചിയോട്, ചേച്ചി എനിക്കറിയാമെങ്കിലും ചേച്ചി കുറേ നേരം എന്നോട് സംസാരിച്ചു, എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയതെല്ലാം ചേച്ചി കേട്ടു, ചേച്ചി ഒരു കൗൺസിലിംഗ് പോലെ എന്നോട് സംസാരിച്ചു. അപ്പോൾ ഞാൻ ചേച്ചിയോട് പറഞ്ഞു, എന്നാൽ ഓക്കെ ചേച്ചി ഉടമ്പടിക്കകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്നൊന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോഴാണെങ്കിലും എനിക്കിതെന്തോ എടുത്താൽ പൊങ്ങാത്ത ഭാരമായിട്ടൊന്നും തോന്നിയില്ല, ഇതൊക്കെ എന്നെക്കൊണ്ട് പറ്റുമെന്നെന്തോ മനസ്സിൽ പറഞ്ഞു. പക്ഷേ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന കാര്യം മാത്രമാണ്, എന്തോ കുർബാന കൂടുന്ന കാര്യം മാത്രം എനിക്കെന്തോ ബുദ്ധിമുട്ട് പോലെ തോന്നിയത്. അങ്ങനെ ഞാൻ അതായത് ഇപ്പം തന്നെത്താനെ നോക്കാം, ഉടമ്പടി എടുക്കാതെ എനിക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ എല്ലാ ദിവസവും രാവിലെ 5:30 പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങി. അപ്പോൾ അതെല്ലാ ദിവസവും എനിക്ക് കറക്റ്റായിട്ട് ചൊല്ലാൻ പറ്റുന്നതുകൊണ്ട് എനിക്കൊരു കോൺഫിഡൻസ് തോന്നി. എങ്ങനെയൊന്നും അറിയത്തില്ല, ചേച്ചി പറഞ്ഞുകൊണ്ടും പിന്നെ സാക്ഷ്യങ്ങൾ കേട്ടും മനസ്സിൽ നിന്ന് ആരോ ഇതൊക്കെ തോന്നലുകൾ വരുന്നതുകൊണ്ട് ഞാനും പപ്പയും അനീത്തിയും സെപ്റ്റംബർ 22 ഇവിടെ വന്നു. ഞാൻ ഉടമ്പടി എടുത്ത് ഞാനത് പാലിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, 1 മാസം 2 മാസമായിട്ട് നീക്കുപോക്കില്ലായിരുന്ന ലോണാണ്. കാരണം ഇപ്പം ലോൺ അങ്ങനെ കൊടുക്കുന്നില്ല. പിന്നെ എൻ്റെ അമ്മ ഇസ്രായേലിൽ അവിടെ യുദ്ധവും കൂടെ ആയതുകൊണ്ട് കുറച്ചുകൂടെയും കണ്ടീഷൻസായി ബാങ്കിന്. 1-2 മാസമായിട്ട് മുമ്പോട്ട് പോയ ലോണാണ്. ഇവിടെ ഉടമ്പടി എടുത്ത് 3 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ലോണ് സാങ്ഷനായി, എനിക്ക് പേപ്പർ സൈൻ ചെയ്യാൻ പറ്റി. ആ പേപ്പർ അന്ന് ഒക്ടോബർ 1 അന്ന് ഞാൻ ഫീസ് അടയ്ക്കാൻ വേണ്ടിയിട്ട് അടുത്ത സ്റ്റെപ്പ് തുടങ്ങി. അപ്പം നമുക്ക് ഓരോ പേയ്മെൻറ്റ് ഗേറ്റ് വേ കൂടെയാണ് ഇൻ്റർനാഷണൽ പേയ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതും അവിടെ എത്താൻ തന്നെ 1 ആഴ്ചയോളം എടുക്കും. അങ്ങനെ ഞാൻ ആ പേയ്മെൻറ്റ് ചെയ്യാൻ നോക്കി, 2 ആഴ്ച നോക്കി, 2 പ്രാവശ്യം റിജക്ഷൻ വന്നു. അതായത് ലോണ് ശരിയായി 2 ആഴ്ച കഴിഞ്ഞിട്ടും എനിക്ക് ഫീസ് അടയ്ക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അവസാനം ഏജൻസിയോട് കുറേ സംസാരിച്ച് യൂണിവേഴ്സിറ്റിയുടെ തന്നെ അക്കൗണ്ട് ഡീറ്റെയിൽ കിട്ടി. അങ്ങനെ അയച്ചു 1 ദിവസത്തിനുള്ളിൽ അവിടെ അവർക്ക് മെയിൽ കിട്ടി. ഇത് കിട്ടി. അടുത്ത ദിവസം രാവിലെ ഞാൻ 4:30 എണ്ണീറ്റ് മെയിൽ നോക്കിയപ്പോൾ എനിക്ക് സീറ്റ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് അവർ പറഞ്ഞ് കാണിച്ചു. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു എൻ്റെ സീറ്റ് പോകും. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചതാണ് എൻ്റെ സീറ്റ് കളയല്, കാരണം ഇത് പോയാൽ എൻ്റെ മുന്നിൽ ഒരു ഓപ്ഷനും ഇല്ല, ഒരു പ്ലാൻ ബിയും ഇല്ല, എൻ്റെ മുന്നിൽ ഒരു വെളിച്ചവും ഇല്ല, എന്നാ ചെയ്യുമെന്ന് എനിക്കൊരു പിടുത്തവും ഇല്ല. ഈ സീറ്റ് കളയല്ലെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, അത് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. അങ്ങനെ സീറ്റ് കിട്ടി, എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. എന്നാലും എനിക്കെന്താണെന്നറിയത്തില്ല, 90% ഒരു 99% എനിക്ക് ഉറപ്പുണ്ട് ഇത് മാതാവിൻ്റെ അനുഗ്രഹം എന്ന് ഉറപ്പുണ്ട്. പക്ഷേ എവിടെയോ ഒരു 1% പ്രാർത്ഥിച്ചില്ലായിരുന്നാലും ചിലപ്പോൾ കിട്ടിയേനെ, അങ്ങനെ ഒരു തോന്നൽ എൻ്റെ ഉള്ളിൽ വന്നു. അപ്പനാണെങ്കിലും പറഞ്ഞു, ചിലപ്പോൾ എൻ്റെ പ്രൊഫൈലൊക്കെ കണ്ടിട്ട് അങ്ങനെയൊക്കെ കണ്ടിട്ട് ചിലപ്പോൾ മാറ്റി വെച്ചായിരിക്കും എന്ന് പറഞ്ഞു. എന്നാലും ഞാൻ അപ്പനോട് പറഞ്ഞു, അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി മാറ്റി വെക്കത്തില്ല, ഇത് മാതാവിൻ്റെ അനുഗ്രഹം എന്ന് പറയുമ്പോൾ എൻ്റെ ഉള്ളിലൊരു പൊടിക്ക് സംശയമുണ്ട്. അങ്ങനെ ഞാനിരുന്നു. കുറേ പിള്ളേരെ കോണ്ടാക്റ്റ് നമുക്ക് കിട്ടും. അങ്ങനെ എൻ്റെ അതേ കോഴ്സ് പഠിക്കുന്ന ഒരു കൊച്ചിൻ്റെ കോണ്ടാക്റ്റ് കിട്ടി. അപ്പോൾ അത് എന്നോട് ചോദിച്ചു, എന്നാ ഈ COE ഒക്കെ വന്നത്? ഞാൻ പറഞ്ഞു, ഇന്നലെ വന്നേ. അപ്പോൾ എന്നാ ഫീസ് അടച്ചത്? ഞാൻ പറഞ്ഞു, മിനിഞ്ഞാന്ന് അടച്ച്. അപ്പോൾ അത് ഞെട്ടിപ്പോയി. ഒന്ന് വിളിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. അതിനെ വിളിച്ചപ്പോൾ ഞാൻ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതിനും എൻ്റെ അമ്മയെ ഒരുമിച്ചുണ്ടായിരുന്നു കോളിൽ. അവർ എടുത്ത വയല പറഞ്ഞ് എനിക്ക് എന്തോ ഒരു ഭാഗ്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്നെ അങ്ങനെ പറഞ്ഞേ? അപ്പോൾ അവർ പറഞ്ഞു, ഒക്ടോബർ 1 RMITയിൽ നഴ്സിങ്ങിൻ്റെ സീറ്റ് ഫില്ലായിരുന്നെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ ഏത് വർഷത്തെ കാര്യം പറഞ്ഞു? 2024 കാര്യം തന്നെയാണോ പറയുന്നത് ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, 2024 കാര്യം തന്നെയാണ് പറയുന്നത്. ആ കൊച്ചിനെ അറിയുന്ന 2 പിള്ളേർക്ക്, അതിനകത്തൊരു കൊച്ച് 2 വർഷമായിട്ട് ഈ രാജ്യം നോക്കുന്ന 2 പിള്ളേർക്കും റിജക്ഷൻ വന്ന്, അതായത് സീറ്റ് ഫില്ലായെന്ന് പറഞ്ഞുള്ള മെയിലിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു തന്നു. ഇത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല ഇത് എങ്ങനെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയത്തില്ല. അതായത് നടക്കാൻ ഒരു സാധ്യതയില്ലാത്ത കാര്യങ്ങളൊക്കെ എനിക്ക് നടന്നിട്ട് എനിക്ക് അറിയത്തില്ല ഇതെങ്ങനെ ഇപ്പോഴും പറയണമെന്ന് എനിക്കറിയത്തില്ല. അവിടെ സീറ്റ് ഫില്ലായി 2 ആഴ്ച കഴിഞ്ഞിട്ട് ഫീസ് അടച്ച എനിക്കാണ് സീറ്റ് കിട്ടിയത്. അതെങ്ങനെ മാതാവ് അത് മാറ്റി വെച്ചു? എൻ്റെ പ്രാർത്ഥന ഇട്ട് മാതാവ് അതും എനിക്ക് വേണ്ടി, 350 സീറ്റാണ് അവിടെ ഉള്ളത്, ആ 350ാമത്തെ സീറ്റ് മാതാവ് എനിക്ക് വേണ്ടി മാത്രം മാറ്റി വെച്ചതാണ്, അത്രയും പിള്ളേർ വന്നിട്ടും. അങ്ങനെ എനിക്ക് എൻ്റെ വിശ്വാസം കൂടി. അത് കഴിഞ്ഞ് പിന്നെ വിസയ്ക്ക് വെക്കുക എന്നുള്ളതായിരുന്നു. ഇപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഞാൻ പറഞ്ഞ പോലെ വിസ ഇതുവരെയായിട്ടും അവർ ജാനുവരി 30 എന്നുള്ളതാക്കി, അവിടെ യുദ്ധം നടക്കുന്നുണ്ട്.
അപ്പോൾ പേപ്പർ കുറച്ച് റിസ്ക് ആണ്, അതായത് കിട്ടത്തില്ല, അമ്മയുടെ വിസ വരാതെ എൻ്റെ വിസയ്ക്ക് വെക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. കാരണം അമ്മയുടെ വന്നാലേ പുതിയ എംപ്ലോയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ്, കോൺട്രാക്ട് സർട്ടിഫിക്കറ്റ് ഇതൊക്കെ അമ്മയുടെ കിട്ടത്തുള്ളൂ. ഇത് വരാതെ ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് പേപ്പറുകളാണ് എൻ്റെ വിസയ്ക്ക് വെക്കാനുള്ളത്. ഇത് കിട്ടാതെ എനിക്ക് വിസയ്ക്ക് വെക്കാൻ പറ്റത്തില്ലെന്ന് ഏജൻസി തർപ്പിച്ച് പറഞ്ഞു. ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിലും ഞാൻ അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് അങ്ങനെ അല്ല, കാരുണ്യ പ്രവർത്തിയായിട്ട് അങ്ങനെ ചെയ്യുന്നില്ലായിരുന്നു. അങ്ങനെ എൻ്റെ ആ ചേച്ചി ജിൻസി ചേച്ചി പറഞ്ഞു, ഇതുപോലെ ഒരു ആശ്രമമുണ്ട് വയ്യാത്ത പിള്ളേരുടെ, നീ അവിടെ പോയി ഒന്ന് നിൽക്ക്, അവരെ ഒന്ന് നോക്കുന്നൊക്കെ പറഞ്ഞു. ഉടമ്പടിയുടെ ഭാഗമാണല്ലോ. അങ്ങനെ ഞാൻ അവിടെ പോയി അവർക്ക് ഫുഡൊക്കെ വാരി കൊടുത്തു. അവിടെ പാത്രം കഴുകാനും അവരോട് സംസാരിക്കാനും വിഷമങ്ങളും വിശേഷങ്ങളെല്ലാം കേൾക്കാനൊക്കെ ഞാൻ അവരോട് നിന്നു. അവിടെ ആദ്യത്തെ ദിവസം പോയി തിരിച്ച് വീട്ടിലോട്ട് ബസ് കയറാൻ നിൽക്കാൻ നേരം ഏജൻസി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ലിസ്മി സാരമില്ല, നമുക്ക് പഴയ പേപ്പർ വെച്ച്, അമ്മയുടെ പഴയ പേപ്പർ വെച്ച് വിസയ്ക്ക് വെക്കാമെന്ന് പറഞ്ഞു. അവർ പുതിയതില്ലാതെ വിസയ്ക്ക് വെക്കാൻ പറ്റത്തില്ലെന്ന് തറപ്പിച്ച് പറഞ്ഞവരാണ് അവരിപ്പോൾ മാറ്റി പറയുന്നത്. ഒരു ദിവസം ഞാൻ പോയതേ ഉള്ളൂ. അങ്ങനെ ഇതായിട്ട് മുമ്പോട്ട് പോയി. ഡിസംബർ 7 വെക്കണമെന്നായിരുന്നു. അങ്ങനെ ഡിസംബർ 7 വെക്കുന്ന രീതിയിൽ പേപ്പറെല്ലാം റെഡിയാക്കി ഞാനിവിടെ വന്നു. ഇവിടെ നല്ല തിരക്കുണ്ടെങ്കിൽ എങ്ങനെയും ഈ ആൾത്താരെ ഞാൻ കയറുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കയറി. അന്ന് ഞാൻ ഉപവാസം എടുത്തേക്കുമായിരുന്നു. ഇവിടെ കയറിയപ്പോൾ തന്നെ ഏകദേശം വേർത്ത് കുടിച്ച വെള്ളവും കൂടെ ആവിയായിപ്പോയി. അങ്ങനെ ഞാൻ ഇവിടെ ഇരുന്നിട്ടില്ല, രാവിലെ തൊട്ട് വൈകിട്ട് വരെ നിൽക്കുവാണ്. കറക്റ്റ് ആരാധന തുടങ്ങി 2 മണിയായപ്പോൾ ഞാൻ ബോധം കെട്ട് വീണു. കാരണം ആദ്യമായിട്ട് 18 വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഞാൻ ബോധം കെട്ട് വീഴുന്നത് എൻ്റെ ലൈഫിൽ. അതിവിടെ വെച്ചാണ്. എന്നാ പറ്റിയെന്ന് എനിക്കറിയത്തില്ല. ഏജൻസി എന്ന് പറഞ്ഞു വിസയ്ക്ക് വെക്കുന്ന ആൾ ഇന്ന് വന്നിട്ടില്ലെന്ന് പറഞ്ഞു. അതും പിന്നെ മൊത്തത്തിൽ ഇന്ന് വെക്കാൻ പറ്റത്തില്ലെന്നും കൂടെ കേട്ടപ്പോൾ ഇമോഷണലിയും ഫിസിക്കലി എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഞാൻ വീണു. അങ്ങനെ കുറേ പേര് കണ്ണു തുറന്നപ്പോൾ എൻ്റെ തലയിൽ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ആരും എൻ്റെ വായിൽ ഉപ്പൊക്കെ വെച്ച് തന്നു. അങ്ങനെ എന്നെ അവിടെ ഇരുത്തിയപ്പോൾ എനിക്കറിയത്തില്ല, അമ്മ എന്നോട് പറയും കരഞ്ഞ് പ്രാർത്ഥിക്കാൻ പറയും. എനിക്ക് കരച്ചിൽ വരുന്നില്ലായിരുന്നു. അതായത് ഉള്ള വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും സ്ട്രെസ്സും എല്ലാം മനസ്സിലിങ്ങനെ കൂടിക്കൂടി കിടക്കുമോ, കരയാൻ പറ്റുന്നില്ലായിരുന്നു. എന്തോ അവിടെ ഇരുന്ന ശേഷം ഞാൻ കുറേ നേരം ആരാധന സമയത്ത് മൊത്തം പൊട്ടി അവിടെ ഇരുന്ന് എൻ്റെ +2 കഴിഞ്ഞ് തൊട്ട് എൻ്റെ മനസ്സ് അടങ്ങിയിരുന്നിട്ടില്ല. മൊത്തവും മാനസികമായിട്ട് ബുദ്ധിമുട്ടുകളായിരുന്നു. ആ വിഷമങ്ങൾ മൊത്തം ഞാൻ അവിടെ നിന്ന് കരഞ്ഞു തീർത്തു. മാധവനോട് പരാതി പറയുമായിരുന്നു, ഞാൻ അത്രയും ആഗ്രഹിച്ചില്ല, എന്നിട്ട് ഇന്ന് തന്നെ എനിക്ക് വിസയ്ക്ക് വെക്കാൻ സമ്മതിക്കാമെന്ന് ഞാൻ ചോദിച്ചു. പിന്നെ ഇറങ്ങാൻ നേരം അത് മാറി. മാധവനൊരു പദ്ധതി ഉണ്ടാവുമെന്ന് കരുതി. അങ്ങനെ ഞായറാഴ്ച കഴിഞ്ഞു. തിങ്കളാഴ്ച ഏജൻസി എന്ന് പറഞ്ഞു നമുക്ക് ബാക്കിയുള്ള ഡോക്യുമെൻറ്റ്സ് വന്നിന്ന് വിസയ്ക്ക് വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, നാളെ വെച്ചാൽ മതിയോ, ഡിസംബർ 10. കാരണം എനിക്ക് കൃപാസനത്തിൽ പോയി തന്നെ വെക്കണമെന്ന് എനിക്കുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഡിസംബർ 10 ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് അച്ഛനെ കാണണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഉടമ്പടി പുതുക്കാത്തതുകൊണ്ട് അതിനൊരു വഴിയില്ല. അച്ഛൻ എൻ്റെ ഒരു പേപ്പർ എടുത്താൽ മതി, ഒരു പോസിറ്റീവ് ഇതുണ്ടാവുമെന്ന് കരുതി ഞാൻ കുറേ നോക്കി, ഒരു വഴിയില്ല. പിന്നെ അവിടെ ഉള്ള എല്ലാ മാതാവിനും മുന്നിൽ പോയി ഞാൻ കുറേ പ്രാർത്ഥിച്ചിട്ട് ഏജൻസിയോട് പറഞ്ഞു ഇപ്പോൾ വെക്കാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ജസ്റ്റ് അവരുടെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വിസയ്ക്ക് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ വെച്ചു. ഓട്ടോ ഗ്രാൻഡ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് നമ്മൾ വിസയ്ക്ക് വെച്ച് മിനിറ്റുകൾക്കുള്ളിൽ ആ ദിവസത്തിനുള്ളിൽ വിസ വരും. അങ്ങനെ എനിക്ക് വന്നില്ലെങ്കിൽ എൻ്റെ 2 മാസത്തിനുള്ളിൽ പുതിയ പേപ്പർ വെച്ച് ചെയ്യണം. അതൊരിക്കലും നടക്കുന്ന കാര്യമില്ല. അങ്ങനെയാണ് എൻ്റെ 1 വർഷം പോയി. ആ ദിവസം വന്നില്ലെങ്കിൽ എൻ്റെ 1 വർഷം അത് അത്രയേ ഉള്ളായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് മുട്ടുകുത്തി വിസയ്ക്ക് വെക്കുന്ന ഓർമ്മയുണ്ട്. ഞാൻ അവരോട് ചോദിച്ചു ഓട്ടോ ഗ്രാൻഡ് കിട്ടുവാണെങ്കിൽ ഒന്ന് പറയണേ, ഒരു അത്യാഗ്രഹം പോലെയാണ് ഞാൻ ചോദിക്കുന്നത്, കിട്ടുവാണെങ്കിൽ പറയണേ, പ്രതീക്ഷയില്ല. അപ്പോൾ അങ്ങനെ ഞാൻ മെസ്സേജ് ഇട്ടു. 1 മിനിറ്റിനുള്ളിൽ അവർ പറഞ്ഞു, 1 മിനിറ്റ് പോലും എടുത്തു, സെക്കൻഡിനുള്ളിൽ പറഞ്ഞു ഓട്ടോ വിസ അപ്രൂവൽ കിട്ടിയെന്ന് പറഞ്ഞു. സെക്കൻഡുകൾക്കുള്ളിൽ എൻ്റെ വിസ വന്നേ. മാതാവിനെ എങ്ങനെ നന്ദി പറയണമെന്ന് അറിയത്തില്ല. യാതൊരു മെറിറ്റില്ല. എൻ്റെ അമ്മയ്ക്ക് ജോലിയുണ്ട്, എല്ലാം ഉണ്ട്, എല്ലാം കൊണ്ട് ഓക്കെയാണ്. എന്നിട്ടും ആ പേപ്പറുകൾ, ആ കെട്ടുകണക്കിന് പേപ്പറിന് ഒരു വിലയില്ലാത്ത പോയ അവസ്ഥയായിരുന്നു. എല്ലാം മാതാവിൻ്റെ കൃപ കൊണ്ടാണ്. പിന്നെ എനിക്ക് നന്ദി പറയാനുള്ള ആ ചേച്ചിയോടാണ്. ഒരു രക്തബന്ധം ഇല്ലേ പോലും എനിക്ക് വേണ്ടി അത്രയും പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ വീക്കായി പോകുമ്പോൾ അവരുടെ പ്രാർത്ഥന കൊണ്ടാണ് ഞാനിങ്ങനെ നിൽക്കുന്നത് ഇവിടെ. പിന്നെ എൻ്റെ പ്രാർത്ഥന എന്നൊക്കെ വെച്ചാൽ ആഴ്ചയിൽ ഒരിക്കൽ പള്ളിയിൽ പോവും. 2-3 മാസം കൂടുമ്പോൾ ആയിരിക്കും കുമ്പസാരിക്കുന്നത്. എനിക്ക് മാതാവിനോട് ഈശോയോട് അടുക്കണമെന്നൊക്കെ, ആത്മീയമായിട്ട് അടുക്കണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടെങ്കിലും എനിക്കെന്തോ അങ്ങനെ പറ്റുന്നില്ല. എൻ്റെ തന്നെ മടി കൊണ്ടാണ് പറ്റാത്തത്. ഉടമ്പടി എടുത്താൽ പിന്നെ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് പള്ളിയിൽ പോകുന്ന കാര്യം തന്നെ. എല്ലാ ദിവസവും ഞാൻ മുടങ്ങാതെ പള്ളിയിൽ പോകും, കുർബാന കൂടും. 2 ആഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കും. എന്തോ ആത്മീയമായിട്ട് എനിക്ക് നല്ല വളർച്ച തോന്നി. മാതാവിനോട് ഈശോയോട് ഒരുപാട് അടുക്കാൻ പറ്റി. കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യുന്നത്, ഞാൻ പോകുന്ന വഴിക്കൊക്കെ പാവപ്പെട്ടവരെ കാണുവാണെങ്കിൽ
അവർക്ക് പൈസയായിട്ടല്ല, ഞാൻ ഒരു നേരത്തെ ഭക്ഷണവും വെള്ളമൊക്കെ അവർക്ക് മേടിച്ചു കൊടുക്കും. എൻ്റെ കയ്യിൽ അമ്മ പറയും, ഒരു സമയത്ത് ഞങ്ങൾ ഫിനാൻഷ്യലി ടൈറ്റ് ആയിരുന്നു, അപ്പോൾ ഉണ്ടേലും ഇല്ലേലും ഉള്ള കാശുകൊണ്ട് കൊടുക്കുന്നതിൽ യാതൊരു ഉപേക്ഷയും വിചാരിക്കരുത്, കൊടുക്കണമെന്ന് പറയും. അങ്ങനെ അവർക്ക് ഭക്ഷണവും വെള്ളമൊക്കെ മേടിച്ചു കൊടുക്കും. അങ്ങനെ പിന്നെ ഞാൻ ആശ്രമത്തിൽ പോയി അവരുടെ കൂടെ കുറേ നേരം സമയം ചെലവഴിക്കും, അവരുടെ കൊന്ത കുറക്കും, അവർക്ക് വേണ്ടി ഫുഡ് വാരി കൊടുക്കും. അങ്ങനെയൊക്കെ ഞാൻ നിൽക്കുമായിരുന്നു. ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റം. എനിക്ക് നന്ദി പറയുന്നത് എങ്ങനെ നന്ദി പറയേണ്ടതെന്ന് അറിയത്തില്ല. പിന്നെ ഒരു കാര്യം കൂടെ, ഞാനിവിടെ ഉടമ്പടി എടുത്തപ്പോൾ ചേച്ചി അമ്മയൊക്കെ പറഞ്ഞായിരുന്നു എനിക്ക് വിസ കിട്ടുവാണെങ്കിൽ ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് മടിയായിരുന്നു. എൻ്റെ കൂടെ പഠിച്ച പിള്ളേരൊക്കെ കാണുമോ, അതായത് ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിയുമല്ലോ എന്നൊക്കെ വിചാരിച്ച് എന്തോ ഒരു നാണക്കേട് ചമ്മലൊക്കെ പോലെയായിരുന്നു. ഞാൻ പറഞ്ഞത് ഞാൻ പേപ്പറിൽ വല്ലതും എഴുതിയിട്ട് ഒപ്പിട്ട് കൊടുത്താൽ പോരെ എന്ന് പറഞ്ഞ ആളാണ് ഞാൻ. പക്ഷേ ആ മാതാവ് എനിക്ക് ആ സീറ്റ് മാറ്റി വെച്ചത് അറിഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞു, എന്നാ വന്നാൽ എന്നെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാൻ ഇവിടെ വന്ന് എൻ്റെ വിസയായിട്ട് വന്ന് ഞാൻ സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞു. അത് ഞാനിപ്പോൾ പാലിച്ചു. മാധവന് കൊടുത്ത വാക്കാണ് ഞാൻ. അങ്ങനെ പറഞ്ഞ ഞാനാണ്. എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റി. ഈ ഫെബ്രുവരി 17 ഞാൻ പോവുകയാണ്. ഇതാണ് എൻ്റെ വിസ. എൻ്റെ വിസ വന്നു. എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയത്തില്ല. അർഹിക്കുന്നതിൽ കൂടുതൽ തന്നിട്ടുണ്ട്. എനിക്ക് എല്ലാവരും പറയാനുള്ള കുറേ ബുദ്ധിമുട്ടുകളും പരീക്ഷണങ്ങളും കുറേ ഇട്ട് വലയിപ്പിക്കുമായിരിക്കും. ഉടമ്പടിയോട് ചേർന്ന് നിന്ന് മാധവൻ്റെ കൂടെ നിന്നാൽ മതി. ഒരു പൂ ചോദിച്ചാൽ പൂക്കാലം തരുന്ന മാധവാണിത്. അതെനിക്ക് 100% ഉറപ്പിച്ച് പറയാം. കാരണം അത്രയും എനിക്ക് ഞാൻ ചോദിച്ചതിൽ കൂടുതൽ എനിക്ക് മാതാവ് തന്നിട്ടുണ്ട്. 3:17 നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ നിനക്ക് ചെയ്തു തരും, എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു, കൃപ നേടിയിരിക്കുന്നു. മോശയോട് കർത്താവ് പറയുന്ന തിരുവചനങ്ങളാണ്. ഇന്ന് ലിസ്മി മേരി റെജി എന്ന 18 വയസ്സ് മാത്രം പ്രായമുള്ള ഈ കുട്ടി ഇവിടെ വന്ന് തൻ്റെ അനുഭവത്തിൽ ഏറ്റവും അവസാനം പറഞ്ഞു നിർത്തുന്നത്, എത്രമാത്രം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കോട്ടെ ഈ അമ്മ മാതാവ് നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു തരും. കൃപാസനത്തിലെ ട്രോളുകളൊക്കെ കണ്ട് അതൊക്കെ തനിക്ക് ഒത്തിരി ചിരിക്കുന്നതിന് വകയാക്കി മാറ്റി, ഇനി ഇതിലൊന്നും എനിക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞ എത്രയോ മക്കളുടെ കൂടെ ഈ മകളും ഒരു നാൾ അങ്ങനെ പറഞ്ഞു, എനിക്കിതിലൊന്നും വിശ്വാസമില്ല എന്ന്. എന്നാൽ ഇന്ന് പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ നിന്ന് ലോകം മുഴുവനും കേൾക്കെ ഈ മകൾ പറയുകയാണ്, ഇത് ഇവിടെ നടക്കും, എല്ലാ കാര്യങ്ങളും ഇവിടെ വന്ന് അമ്മയുടെ അടുത്തൊന്ന് പറഞ്ഞാൽ മതി. തൻ്റെ ജീവിതത്തിൽ തനിക്ക് എങ്ങനെയാണ് പരിശുദ്ധ അമ്മ കൂട്ടും തുണയുമായത്, തൻ്റെ അമ്മയുടെ ഡോക്യുമെൻറ്റ്സ് അതിനൊക്കെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അതെല്ലാം നേരിട്ടപ്പോഴും തനിക്ക് എങ്ങനെ ഉടമ്പടി ജീവിതം അത് തനിക്ക് ഏറ്റവും വലിയ ഉറപ്പായി തനിക്ക് മാറി. തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ആദ്യമൊന്നും ഒത്തിരിയേറെ ഉത്തരവാദിത്വം കാണിച്ചില്ല, എന്നാൽ പിന്നീട് തൻ്റെ ഉടമ്പടി ജീവിതം ഏറ്റവും വിശ്വസ്തമായിട്ട് ജീവിക്കുവാനും കാരുണ്യ പ്രവർത്തികൾ, അതായത് അമ്മമാരുടെയൊക്കെ വല്യപ്പച്ചന്മാരുടെയും അമ്മച്ചിമാരുടെയും ഒക്കെ കൂടെ പോയിരുന്ന് കൊച്ചുകുട്ടികളെ ഇവരെ പോലെയുള്ളവർ സമയമെടുക്കുക, അവരോട് സംസാരിക്കുക, അവർക്ക് വേണ്ടി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അതൊക്കെ ഇന്ന് ഇങ്ങനെ ഈ കുഞ്ഞുങ്ങളൊക്കെ ഇന്ന് ചെയ്യുമ്പോൾ തീർച്ചയായും അവരുടെ ജീവിതത്തിൽ അവർ ഇതൊക്കെ മുമ്പോട്ടും അവരെ വഴി നടത്തുന്ന വഴിവിളക്കുകളായിട്ട് മാറുകയാണ് തങ്ങളുടെ ജീവിതത്തിലെ ഉടമ്പടി ജീവിതം. അങ്ങനെ കാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനമൊക്കെയായി തൻ്റെ ജീവിതത്തിൽ മുന്നേറുമ്പോൾ തനിക്ക് എങ്ങനെയാണ് ഒരു സെക്കൻഡ് കൊണ്ട് ഓട്ടോ ഗ്രാൻഡ് വിസ വരുന്നത്? അതും അമ്മയോട് ചോദിച്ചു. അതിനൊക്കെ മുമ്പുള്ള തടസ്സങ്ങൾ ഒത്തിരിയുണ്ട്. അപ്പോൾ ഈ മകൾ പറഞ്ഞു, ഉടമ്പടി എടുത്തപ്പോഴേ അമ്മയോട് പറഞ്ഞു, എന്നെ എത്ര വേണമെങ്കിലും ബുദ്ധിമുട്ടിച്ചോളൂ, പക്ഷേ എനിക്ക് അവസാനം അതിന് ഫലം തരണം. അത് ഈ മകൾ പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് തന്നെ താൻ ചോദിച്ചു വാങ്ങിച്ചതുപോലെയാണ്, എത്ര ബുദ്ധിമുട്ടുകളും വന്നോട്ടെ അതൊക്കെ തരണം ചെയ്യാനുള്ള കൃപ എനിക്ക് തന്നാൽ മതി. നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ നിനക്ക് ചെയ്തു തരുമെന്ന് കർത്താവ് മോശയോട് പറഞ്ഞ അതേ തിരുവചനങ്ങൾ ഇന്ന് ഈ മകളുടെ ജീവിതത്തിലും അന്വർത്ഥമായിക്കൊണ്ട് താൻ പോകുന്ന ടിക്കറ്റും വിസയും എല്ലാം ക്ലിയറായി ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം.